എന്താ പാപ്പാ? എന്നോടല്ലേ പറഞ്ഞ് ദവാൻ പൊട്ടിക്കടാ. പാപ്പാ. ദേവരണവൻ പാപ്പന്റെ മുത്തടനിയെ പാപ്പന് കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടടാ. കുപ്പി പൊട്ടിച്ചില്ല പാപ്പാ. എന്തോട്ട് കോപ്പാ പിന്നെ നീ പറഞ്ഞേ? നേരായിട്ടും കുപ്പി പൊടിക്കില്ലാന്നോ? അതിന് സമയം ആവണുള്ളൂ പാപ്പാ. എന്തോട്ട് സമയടാ? പാപ്പ ഒരു 5 മിനിറ്റ്. സുമേഷ് നീ പറമ്പിൽ രണ്ട് ടാബ്ലറ്റ് ഇട്ടില്ല. പാപ്പനെ വിളിച്ചു. അത് മര്യാദ. കോച്ചും കൂച്ചും ഒന്നും വേണ്ടടാ. ദവാല്ലേ കറണ്ട് പോയില്ലോ. പാപ്പന് കറണ്ട് വന്നിട്ട് പോരെ. കറണ്ട് വന്നിട്ട് നിന്റെ അച്ഛന് കൊണ്ട് കൊടുക്ക്. നീ ഇപ്പൊ പോയി ദവാ എടുക്ക്. സാമ്പാറേ വരുന്നു ശുക്രേ. അടിച്ചടിച്ചോ വലിച്ചടിച്ചോ. എന്താണ് ശുക്രേ ജനറേറ്റർ ഓണാക്ക്. പാപ്പനെങ്ങനെ കിണറ്റി വീണോ? എന്തമ്മേ എന്താ കരയണേ? പൂവേ എങ്ങോട്ട് പോണ്? നമ്മളെയൊക്കെ ചതിച്ചോണ്ട് അവൾ ഇറങ്ങി പോയടാ. അയ്യോ സുമിത്ര. ആരോടെ? ആ കൗട്ട സുനിയുടെ കൂടെ. സുമിത്ര രമണി കണ്ട്. അയ്യോ എന്റെ ദൈവമേ. അയ്യോ ഇവളോട് പറഞ്ഞിട്ട് കേക്കണില്ലേ? സ്വർണ്ണം കൊണ്ട് പോട്ടടി. ചെക്കൻ 24 മണിക്കൂറും കൂടിയാണ്. അയ്യോ എനിക്ക് അച്ഛനല്ലാതെ പാടുപെട്ട് വളർത്തിയിട്ട് അമ്മ എന്നോട് തന്നെ ഇത് ചെയ്തല്ലോ. അമ്മ ചതിച്ചല്ലോ. പ്രിയപ്പെട്ട വിനോ, ഞാൻ കത്തെഴുതി വെക്കണമെന്നാ വിചാരിച്ചേ. പിന്നെ ഇമ്മാതിരി സെറ്റപ്പ് ഒക്കെ ഉള്ള കാലത്ത് കത്തെഴുതി വെക്കണത് മോശല്ലേ? അതാ വോയിസ് മെസ്സേജ് അയച്ചേ. പെങ്ങളെ ഞാൻ കൊണ്ടുപോയിട്ടാ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അവസാനം ജയിച്ചത് നീയാട്ടാ. നീ എന്തൊരു തുറപ്പനാടാ. അടാ നീ എവിടെ കൊണ്ട് കുത്തിയടാ കുപ്പിയൊക്കെ? ഞാൻ എത്ര നോക്കിന്നറിയാ. റൂമിലും കട്ടിന്റെ അടിയിലും ഒക്കെ നോക്കിയടാ. പക്ഷെ ഞാൻ തോറ്റളിയാ. നിന്റെ ഒരു തുള്ളി പോലും അടിക്കാണ്ട് നിന്റെ പെങ്ങളെയും കൊണ്ട് ഞാൻ പോവാട്ടാ. എന്നാ ശരിയല്ലയാ, പരിപാടി നടക്കട്ടെ. ടാറ്റ ബൈ ബൈ ഉമ്മട്ടാ. ശുക്രേ എന്താ ചെയ്യോ? നോക്കല്ലാതെ എന്താ ചെയ്യാ? ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഞാൻ അവൾക്ക് മേടിച്ചു കൊടുത്ത എൻ്റെ റെഡ്മി പ്രോ എങ്കിലും തിരിച്ചു തരാൻ പറ്റൂ? അതെ, അവളെല്ലാം കൊണ്ടുപോയി. വെൽ പ്ലാൻഡ് ആയിരുന്നു. ഞാനൊന്ന് അളിയാന്ന് വിളിച്ചോട്ടെ, ഒറ്റ പ്രാവശ്യം. ഒരുപാട് ആഗ്രഹിച്ചു പോയി. മോനെ അളിയാ വാ. മോനെ നീ ഇങ്ങനെ കരയില്ലേ? അച്ഛൻ പുതിയ പ്രോ വാങ്ങിച്ചേട്ടാ. ആർക്ക് കൊടുക്കാം? പാപ്പാ, സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത്. പാപ്പനൊന്ന് ചെന്ന് സംസാരിക്ക്. പാപ്പനെ സംസാരിക്കാനുള്ളൂ. പിന്നോ നിന്റെ അപ്പൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ പറയണം, പോയതോ പോയി. ഇനി എന്തോട്ട് ആലോചിക്കാനാ?
നീ പോയി ഒരു കുപ്പി എടുത്തു കൊടുന്ന് പൊട്ടിക്ക്. താന്റെ അപ്പന്റെ ഒരു കുപ്പി ഇറങ്ങി പോളാ. ഒറ്റൊരുത്തനെ ഈ കുടുംബത്താണ്ട് വരുത്. അയാളൊരു കുപ്പി ഇറങ്ങി പോളോ. പാപ്പം പോവാ. ഓടാ പറ്റി. ദവാ നിന്റെ അടുത്ത് മാത്രമല്ല എൻ്റെ അടുത്തുണ്ട്. ഇപ്പൊ ഇല്ലാന്ന് മാത്രം. മാറി ഇതൊട്ട് പരിപാടിയാടാ കൗട്ടസ് കാണിച്ചേ. ഒന്നില്ലെങ്കിലും നമ്മുടെ വിനുവിൻ്റെ പെങ്ങളല്ലടാ. അവനൊരു അരമണിക്കൂർ കഴിഞ്ഞ് അവളെ കൊണ്ടുപോയപ്പോ ബാക്കിയുള്ളവന് ഒരു തുള്ളിയെങ്കിലും കിട്ടിയ. നിനക്ക് നല്ല വിഷമം ഉണ്ടല്ലേ? പിന്നില്ലാണ്ട് എന്തോരം പ്രതീക്ഷയായിരുന്നുടാ. ഒരു തുള്ളി പോലും കിട്ടിയില്ല. നീ ഒരു കാര്യം ചെയ്തേ, ആ പ്രകാശ് ചേട്ടനെ വിളിച്ച് ഒരു 1/2 ലിറ്റർ കൊണ്ടുവരാം. മക്കളെ 100 രൂപ ഞാനോടാടാ. എനിക്കൊരു വര കൊണ്ടടാ. പിന്നെ വരീന്ന് പറയാ കൊണ്ടടാ. എന്താണ് പെട്ടെന്ന് വാർത്ത നോക്കിയാ. पूरे देश में आज रात 12 बजे से संपूर्ण देश में संपूर्ण लॉकडाउन होने जा रहा है। നാളെ തൊട്ട് എങ്ങനെ നാട്ടുകാരുടെ മുഖത്തൊക്കെ हिंदुस्तान के हर नागरिक को बचाने के लिए പരീക്ഷിക്കണേ. आपको बचाने के लिए അമ്മ ഇനി ആരുടെ മുഖത്തോട്ട് നോക്കണ്ട. നാളെ തൊട്ട് ലോക്ക്ഡൌണാ. ലോക്ക്ഡൌണോ? അതെന്തൂട്ടാ? ലോക്ക്ഡൌൺ ആണ്, ദയവായി ശ്രദ്ധിക്കുക. ഇന്ന് രാത്രി മുതൽ കേരളത്തിലെ ജനജീവിതം മാറുകയാണ്. പൊതുഗതാഗതം നിർത്തും. കോവിഡിനെ പ്രതിരോധിക്കുന്നതിനായി നമ്മുടെ രാജ്യത്ത് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എല്ലാവരും നിർബന്ധമായും മാസ്ക് ധരിക്കും. ആളുകൾ കൂട്ടം കൂടുവാനോ പുറത്തിറങ്ങി നടക്കാനോ പാടുള്ളത്. ഭയമല്ല, ജാഗ്രതയാണ് വേണ്ടത്. ഭക്ഷ്യസാധനങ്ങൾക്കും അവശ്യ സേവനങ്ങൾക്കും ഒരു തടസ്സവും ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തും എന്ന് മുഖ്യമന്ത്രി അല്പം മുമ്പ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അങ്ങനെ വരില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ എത്തി. എന്ത് കൊറോണ? സാർ വേട്ടാവളി വിളിക്കുന്നുണ്ട്. എന്ത് കോപ്പിനാണോ മാസ്ക് സാർ? പിന്നെ കൊറോണ മൊത്തത്തിൽ വ്യാപിച്ചു തുടങ്ങി. ഇനി നമ്മൾ വളരെ അലർട്ടായിരിക്കണം. ഉണ്ട് സാർ. മാസ്ക് സാനിറ്റൈസറൊക്കെ ഓഫീസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതല്ലടോ, ഈ ലോക്ക്ഡൌൺ കാലത്ത് മദ്യം കിട്ടാതാകുമ്പോൾ മനുഷ്യന് വാറ്റാനുള്ള പ്രവണത കൂടും. അളവിൽ കൂടുതൽ പഴവർഗ്ഗങ്ങൾ, ശർക്കര എന്നിവ വാങ്ങുന്നവരെ നമ്മൾ ശ്രദ്ധിക്കണം. 5 ലിറ്ററോ അതിൽ കൂടുതലോ കുക്കറുള്ള വീടുകൾ നമ്മുടെ നിരീക്ഷണത്തിലായിരിക്കണം. പിന്നെ AC മെക്കാനിക്കുകളുടെ മേൽ നമ്മുടെ ഒരു കണ്ണ് പ്രത്യേകം ഉണ്ടാവണം. അങ്ങനെ സാർ. എടോ, കോപ്പർ പൈപ്പ് അവന്മാരുടെ അല്ലേ ഉള്ളത്. ആ കോപ്പർ പൈപ്പ് ഇട്ടില്ല അതിനകത്ത് നിന്ന് വാറ്റിങ്ങോട്ട് വലിച്ചെടുക്കുന്നത്. ഒന്നും അറിയാത്ത പോലെ സാബു. പിന്നെ സതീശ, നമ്മുടെ സ്റ്റേഷൻ രജിസ്റ്ററിൽ എൻ്റർ ചെയ്തിട്ടുള്ള മദ്യം, കഞ്ചാവ്, ഡ്രഗ്സ് ഇതിന്റെ കൃത്യമായ അളവും തൂക്കവും കണക്കും എത്രയും പെട്ടെന്ന് എന്റെ ടേബിളിൽ എത്തണം. യു ഗോട്ട് ഇറ്റ്? ഓക്കേ സാർ. ഓക്കേ സർ. ഐ ആം വെരി ഫാസ്റ്റ്. യു മേ ഗോ. ഓക്കേ സാർ. ഈ ചേനക്കാരെ എന്തുണ്ടാക്കിയാൽ ഡ്യൂപ്ലിക്കേറ്റാ? ഇത് മാത്രം ഒട്ടില്ലായി പോയില്ല. ദൈവമേ, ദവാല്ലേ? ദവാലില്ല. പിന്നെ എന്നിട്ടുള്ളേ ഇവിടെ ഉള്ളതേ ഉള്ളൂ. എന്നുള്ളതുണ്ടാ വേഗം കൊണ്ടാ. വെറുതെ പോലീസ് അല്ല, എക്സസൈസ്. ഗുഡ് മോർണിംഗ് സാർ. കണക്കെടുക്കാൻ വന്നില്ല. ഇത് കണക്കി വെച്ചോ. വരികയാണോ സാറേ? ഇങ്ങനെ പിടിച്ചോ, ഇങ്ങോട്ടോ സാർ. ഞാൻ എക്സാർമിമാനാണ് സാർ. എന്നിട്ടാണോ നായിന്റെ മനെ ബ്ലാക്കി മദ്യം വെക്കുന്നത്? എനിക്ക് വേണ്ടത് നിന്റെയൊക്കെ തലയാ. എവിടെടാ നിന്റെ മുതലാളി? അറിയില്ല സാർ. അവൻ എവിടെ പോയാലും അവന്റെ മൂക്കേനടിച്ച് പൊളിച്ചിരിക്കും. സതീശ, ഐ ആം വെരി അഗ്രസീവ് ഓഫീസർ. അറിയാം സാർ. എന്തുട്ട് തേങ്ങ ഗോഡ്സ നീ പറയണത്? ഇമാതിരി തെണ്ടിത്തരൊക്കെ ചെയ്തിട്ട് കൊറോണ കാലത്ത് പള്ളി തുറപ്പിച്ച് കുമ്പസരിച്ച പാവം തീരുന്നതിനോട് ആരാ പറഞ്ഞത്? അല്ലച്ചോ, ബൈബിളിലൊക്കെ പാപം ചെയ്തിട്ട് കുമ്പസാരിച്ചാ മതി എന്നല്ലേ പറയണേ? അതൊരുമാതിരിപ്പെട്ട പാപൊക്കെ. ഇതെന്തുട്ട് പാപൊക്കെ നീ ചെയ്തു വെച്ചിക്കണ്? നീ ഒരു മഹാപാപിയായി തീർന്നല്ലോ. ഞാനൊന്ന് ചോദിക്കട്ടെ, എന്താ നിന്റെ പേര്? ഗോഡ്സൺ. അതിന്റെ അർത്ഥം എന്താ? ദൈവപുത്രൻ അല്ലേ?
ആ ദൈവപുത്രൻ. എന്നിട്ടാണോ ഇമാതിരി തെണ്ടിത്തരൊക്കെ ചെയ്യുന്നത്? അത് പിന്നെ നമ്മുടെ പണി അങ്ങനെയായി പോയില്ലച്ചോ. ഭയങ്കര കോമ്പറ്റീഷനാണ്. ഇമ്മാരി അൽക്കുലത്ത് പരിപാടി ഇല്ലാണ്ട് പിടിച്ചിക്കാൻ പറ്റില്ലെന്ന്. അല്ലെങ്കിൽ ആള് തവിടുകൂടി ഭസ്മായി പോന്ന്. അപ്പൊ നിനക്ക് എന്നെ ഒരു വിലയില്ല. അങ്ങനെ പറയരുതച്ചോ. ശരിയല്ലേ? അച്ഛൻ പറഞ്ഞിട്ടല്ലേ ഞാൻ മദ്യപാനം നിർത്തിയത്. ഈ വരുന്ന പള്ളി പെരുന്നാളിന് 5 വർഷം ഗോഡ്സും വെള്ളടി നിർത്തിയിട്ട്. 5 വർഷമായ? അപ്പൊ അച്ഛനെ ബഹുമാനില്ല എന്ന് മാത്രം പറയരുത്. പുണ്യാളെ പൊറക്കില്ല. ഇതിപ്പോ ആരത് ആക്കോട്ടാ. ഇവന്റെ ഒരു കാര്യം. ആ ഫ്ലോ കുട്ടാ എന്നിട്ട് ചെയ്യാ. ഓരോന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ആലോചിക്കണം. അത് ശരി. ഇതാ കുറച്ച് പഠിപ്പ് കൂടിപ്പോയുള്ള കുഴപ്പം. ഇതെന്തുറ്റടാ കുട്ടുണ്ടായേ? എന്റെ ഗോഡ്സംബായ്, ക്ലാഡു കാലത്തൊട്ട് കുപ്പി വേണമെന്ന് പറഞ്ഞു വൻ സീന്. കുപ്പി വാങ്ങാൻ വേണ്ടി ബാറിൽ പോയി ഈ ദുർബലിനെ എക്സസൈസ് പൊട്ടിക്കുകയും ചെയ്ത് ബാറും പൊട്ടിച്ച്. അങ്ങനെ വൈകുന്നേരം വരെ നോക്കിയിട്ട് കുപ്പിയൊന്നും കിട്ടിയില്ല. അവസാനം നമ്മുടെ കാട്ടാൻതൊട്ടുള്ള ഷാജിയില്ലേ? ഏത് ഷാജി? നമ്മുടെ പട്ടാളത്തിലുള്ള. അവന്റെ കയ്യിൽ ഒരു കുപ്പി ഉണ്ടെന്നും കേട്ട് അതും വാങ്ങി ഞാനിവിടെ എത്തുമ്പോഴേക്കും സാനിറ്റൈസറിൽ ആൽക്കഹോൾ ഉണ്ടെന്നും പറഞ്ഞ് ഈ ദുർബലിന്റെ വാക്കും കേട്ട് ഗ്ലാഡ് ഒരു കുപ്പി സാനിറ്റൈസർ എടുത്തായിട്ട് കുടിച്ചു. സാനിറ്റൈസറാ? എൻ്റെ ഒരു ജനറൽ നോളജ് അനുസരിച്ച് സാനിറ്റൈസറിൽ ആൽക്കോൾ ഇൻവോൾവ് ആണെന്ന് പറഞ്ഞത് നേരാ. പക്ഷെ നമ്മുടെ ഗ്ലാഡ്സ് അതെടുത്ത് കുടിക്കുന്നു ഞാൻ മനസ്സിൽ പോലും വിചാരിക്കണല്ലോ. റെസ്പെക്ട്. അയ്യോ അൺകോൺഷ്യസ് വിളിക്കണ്ട. ഉടനെ അപ്പം മദ്യം ചോദിക്കും. അതിനിപ്പോ എന്താ കുഴപ്പം? കുട്ടമ്മ സാധനല്ലേ? ഏത് സാധനം? കാട്ടാന്തോട് ഷാജി ഉണ്ടെന്ന് മേടിച്ച സാധനല്ലടാ. അത് ടെൻഷൻ കൂടിപ്പോ ഞങ്ങൾ എല്ലാവരും കൂടി ഓരോന്ന് അടിച്ചടിച്ച് സാധനം തീർന്നു, തൊലിച്ചു. ഒരു കുപ്പി സ്കോച്ച് വാങ്ങിച്ചു തരാടാ. എങ്ങനെയെങ്കിലും ഒന്ന് ടയലാക്കി തടാ. സാബു, 1-2 കുപ്പിയല്ല, 30 കുപ്പി ദവാനാ മിസ്സിങ്. മനസ്സിലായ? അത് സ്റ്റോക്ക് കാണിച്ചില്ലെങ്കിൽ നിന്റെ പണി പോകൂട്ടാ. ഒരു പിടിയും കിട്ടുന്നില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒന്നും ചെയ്യാനില്ല. എടുത്തോണ്ട് പോയി കുടിക്കുമ്പോ ആലോചിക്കണേ ഇതൊക്കെ കണക്കുള്ള മദ്യാന്ന്. ഒരു കാര്യം ചെയ്യും, എത്രയും പെട്ടെന്ന് 30 കുപ്പി ദവാനൊപ്പിക്കാൻ നോക്ക്. അതുവരെ സാറിനെ എന്തേലും പറഞ്ഞ് ഞാൻ പിടിച്ചു നിർത്തിക്കൊള്ളാം. പക്ഷേ പെട്ടെന്ന് വേണോട്ടോ. ഗ്ലാഡ് ഉറങ്ങാ. ഹോസ്പിറ്റലിൽ നിന്ന് തലയൊക്കെ ഇടിച്ച് പൊളിച്ചതേ സഡേഷൻ കൊടുത്ത് കെടുത്തേക്കാ. ഇല്ല ഇപ്പൊ എഴുന്നേറ്റായി തന്നെ കുപ്പി ചോദിക്കും. എനിക്കാണെങ്കിൽ അത് ആലോചിച്ചിട്ട് എത്തും പിടിക്കിട്ടാ ഞാൻ. അയ്യോ ഗ്ലാഡ് മറ്റേ ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ. എന്താ അവസ്ഥ? ഹായ്. ആനകളി തുടങ്ങി. നേരത്തെ കുതിരകളി ഇറങ്ങുമ്പോണ്ടോ തുമ്പിക്കൈപ്പൊ കണ്ടോ? ചേട്ടാ കുപ്പി കിട്ടിയാ? കിട്ടൂടാ. ചേട്ടായി സെറ്റ് ചെയ്യുന്നുണ്ട്. ചേട്ടാനെ പറ്റിക്കണ സത്യം പറ. ഗ്ലാഡു കുറച്ചു നേരം കൂടി ഒന്ന് കിടന്നുറങ്ങണ. ഇനി ഉറങ്ങണ? ഇച്ചിരി നേരം കൂടി. അപ്പോഴേക്കും ചേട്ടായി ഒരു ഫുള്ളായിട്ട് വരും. നല്ല മല്ലേ? ഇച്ചിരി നേരം. അടുത്ത കളി തുടങ്ങുന്ന മുമ്പ് കുപ്പി ഒപ്പിച്ചോട്ടോ പോയി. എന്റെ പൊന്നു കോട്സ, ഒരു ബാറിന്റെ മുതലാളി നോക്കണ്ട ആ കരിക്ക് സത്യ എന്റെ മൂക്കിന്റെ പാലടി ചേർത്ത്. ഒന്നില് ഞാൻ ഒരു അബ്കാരിയല്ലേ? ഇങ്ങനെ പട്ടീനെ തല്ലണ പോലെ എന്നെ തല്ലാൻ പാടണ്ട. അല്ല തോമസ്, നമുക്ക് ആ എസ്ഐനൊന്നും ചെയ്യാൻ പറ്റില്ലേ? വല്ല സ്ഥലം മാറ്റം എന്തെങ്കിലും? ഒന്നും നടക്കില്ല. ഇല്ലല്ലേ? ആഭ്യന്തരമന്ത്രിയുടെ ഭാര്യരെ എന്തോ അടുത്ത ബന്ധുണ് ഇയാള്. തൽക്കാലം ഞാൻ ഇവിടുന്ന് മാറിയാലോ എന്ന് ആലോചിക്കുക. ആ ബാർ ഓർന്നിട്ട് ഒരു ഫുള്ളെങ്കിലും എടുത്തായോ? അനിയഞ്ചക്കൻ അത്രക്ക് സീനാ. എന്റെ കോട്സ, ഇപ്പൊ എന്റെ മൂക്ക പോയിട്ടുള്ളോ? എന്റെ തലയും കൂടി കളയോ നീ? ഒരു കാര്യം ഉറപ്പിച്ചിട്ടുണ്ട്, ഇനിയൊരു ചെറിയ നാരങ്ങ വെള്ളത്തിന്റെ പരിപാടി വരെ ഞാൻ ഈ ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് ചെയ്യില്ല. പേടിച്ചിട്ട കോട്സാ. കോട്സ് ചെല്ലു തൽക്കാലം. എടുത്ത കുരിശ്. ആ ചെക്കനോട് ഞാൻ എന്ത് പറയണ്ട കർത്താവേ. നമസ്കാരം മുരളി. എനിക്ക് ഒരു 30 കുപ്പി ധവാൻ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചായിരുന്നു. 30 കുപ്പി ധവാൻ എന്തിന്? നമ്മൾ ഈ പിടിച്ചെടുക്കുന്ന മദ്യമൊക്കെ എൻ്റെ അണ്ടറിലാണെന്ന് മുതലാളിക്ക് അറിയാലോ. വല്ലപ്പോഴേക്ക് ചെറുങ്ങനെ ഓരോന്നോരോന്ന് അടിച്ച് ഇപ്പോൾ 30 കുപ്പി അങ്ങ് തീർന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ചെറിയ എസ്ഐക്ക് പെട്ടെന്ന് കണക്ക് സ്റ്റോക്കും കാണണമെന്ന്. 30 കുപ്പി സ്റ്റോക്കെ കാണിച്ചില്ലെങ്കിൽ എൻ്റെ ജോലി തിരക്കി മുതലാളി.
നീ അല്ലാണ്ട് ഈ ദവാനൊക്കെ എടുത്ത് അടിക്കോ? നമുക്ക് ഈ സ്കോച്ചും ബിസ്ക്കും ഒന്നും പോകത്തില്ലെന്ന് മുതലാളിക്ക് അറിയത്തില്ലേ? ഇനിയിപ്പോ ഇതിനെന്താണ് ഒരു വഴിയൊന്നും പറഞ്ഞാ? എന്റെ പൊന്ന് സാബു, ഈ ദവാ റം എന്ന് പറയുന്നത് ഒരുമാതിരി കൗട്ടകളുടെ ബ്രാൻഡാണ്. ഇത് ബാറിലും ബീവറേജിലും വന്ന് അപ്പം തന്നെ സ്റ്റോക്ക് അങ്ങോട്ട് തീരും. പോരാത്തിന് ലോക്ക്ഡൌണിന് 2 ആഴ്ച മുന്നേ ഡിസ്റ്റിലറിയിൽ ഒരു പ്രൊഡക്ഷൻ ഉണ്ടായിട്ടില്ല. കേരളത്തിലെ ബീവറേജിൽ തന്നെ ദവാ കാണാൻ സംശയ. അപ്പോഴാണ് നിന്റെ ഉപ്പ് കുപ്പി. അപ്പൊ മുതലാളി എന്റെ ജോലി മരുന്ന് കഴിക്കണടാ. ദവാനെ അല്ല മുതലാളി. അച്ഛനും വല്യച്ഛനും അച്ചാച്ചനും ബാക്കി കിട്ടുമായിരിക്കും അല്ലേ? പിന്നെ എന്തായാലും കിട്ടും. നമുക്ക് തരാതെ പിന്നെ അവൻ ആർക്ക് കൊടുക്കാനാ? ആണേ. ആ പറയേ രാവിനോ ഒരു കുപ്പി ഒന്നരാ 850 രൂപ വരാം. കൊടുക്കണില്ല. അവൻ കൊടുക്കുന്നില്ലാന്നോ? നീ അവനൊന്നുകൂടെ വിളിച്ചേ. വിളിക്ക്. രാവിനെ ഈ 520 മാട്ട സാധനത്തിന് 850 അത്ര കുറവൊന്നുമല്ല. പിന്നെ നീ ആയോണ്ട് ഞാൻ പറഞ്ഞൊരു 1000 ആക്കിണ്ട്. 2 കുപ്പി എടുത്തു വെക്കി. ഞാൻ കൊടുക്കില്ല. ഷോമിയോടെ വിനു ഇവന്മാര് പറയുന്ന കേട്ടെ ഈ 850 ആയിരത്തിനൊന്നും കൊടുക്കാൻ നിൽക്കണ്ടേട്ടാ. നല്ല കാശ് കിട്ടണ സമയം. ഞാൻ ഒരു 1500 വെച്ച് 3 കുപ്പി അങ്ങോട്ട് എടുക്കാം. കൊടുക്കില്ല. എന്താ കൊടുക്കാത്ത? ഞാൻ എപ്പോഴും വീട്ടിൽ പോയെന്ന് പറഞ്ഞാൽ എടാ ബിനുവോ, ഇത് പാപ്പനാടാ. കയ്യും കാലും മറിച്ചിട്ട് പഞ്ചാരിയും പരിപ്പൊന്നും കൊടുത്ത് കൊടുക്കാൻ പറ്റണില്ലടാ. നിന്റെ അച്ഛനെ പോലെ കരുതിയിട്ട് പാപ്പന് 1 ലിറ്റർ താടാ. 2000 രൂപ തരാടാ പാപ്പൻ. കൊടുക്കണില്ല എന്ന് മാത്രം പറയരുതടാ. കൊടുക്കില്ല. പാട്ടി വേണ്ട, ഞാനടി നിർത്തി. പൊന്നുമലാണ് ഓരോ തുള്ളിക്കൊപ്പം കാശ് അവിടെ ഇരിക്കട്ടെ.